കേരള രാഷ്ട്രീയത്തിൽ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഭരണസിംഹാസനത്തിൽ ആരിരിക്കണം എന്നതിനെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം വലിയൊരു രാഷ്ട്രീയ പോരാട്ടം ആരംഭിച്ചിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി എന്ന അതികായന്റെ വിയോഗത്തിന് ശേഷം കേരളത്തിലെ കോൺഗ്രസ് അനാഥമായെന്ന് കരുതിയവർക്ക് മുന്നിലേക്ക് KC എന്ന രണ്ടക്ഷരം പുതിയൊരു പ്രതീക്ഷയായും ചർച്ചയായും ഉയർന്നു വന്നിരിക്കുന്നു. തിരുവനന്തപുരം നഗരത്തിലെ തെരുവുകളിൽ പ്രത്യക്ഷപ്പെട്ട ഫ്ലെക്സുകൾ കേവലം ഒരു വ്യക്തിപൂജയല്ല, മറിച്ച് ഡൽഹി മുതൽ കേരളം വരെ നീളുന്ന കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ്. കേരളത്തിന്റെ ഭരണസിര കേന്ദ്രത്തിനുള്ളിലെ ദളപതിയുടെ മടക്കയാത്ര കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ എപ്പോഴും നിർണായകമായിരുന്നു. എന്നാൽ ചരിത്രത്തിൽ ആദ്യമായി ഗ്രൂപ്പുകൾക്ക് അതീതമായ ഒരു നേതാവിനെ ഉയർത്തിക്കാട്ടാനുള്ള ശ്രമമാണ് KC വേണുഗോപാലിന് വേണ്ടി നടക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിന്റെ മുക്കിലും മൂലയിലും, പ്രത്യേകിച്ച് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ KPCC ആസ്ഥാനമായ ഇന്ദിരാഭവന് മുന്നിലും പ്രത്യക്ഷപ്പെട്ട ഫ്ലെക്സുകൾ ഇതിന്റെ തെളിവാണ്. OC-ക്ക് ശേഷം KC, കുഞ്ഞുഞ്ഞിന് ശേഷം KC എന്ന മുദ്രാവാക്യം അണികൾക്കിടയിൽ വലിയ തരംഗമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഉമ്മൻചാണ്ടി എന്ന ജനകീയ നേതാവിനോടുള്ള വൈകാരികമായ അടുപ്പം വോട്ടാക്കി മാറ്റാൻ KC വേണുഗോപാൽ പക്ഷത്തിന് കഴിഞ്ഞിട്ടുമുണ്ട്. ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, എല്ലാവരെയും കേൾക്കുന്ന ഉമ്മൻചാണ്ടിയുടെ ആ പഴയ ശൈലിയുടെ തുടർച്ചയാണ് KC എന്ന് വരുത്തി തീർക്കാനാണ് പ്രചാരകർ ശ്രമിക്കുന്നത്. A ഗ്രൂപ്പിലെ ഒരു വലിയ വിഭാഗം പ്രവർത്തകർ KC-ക്ക് പിന്നിൽ അണിനിരുന്നത് കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരുകളുടെ ഗതി മാറ്റിയിരിക്കുന്നു. A ഗ്രൂപ്പിന്റെ പിന്തുണ ലഭിക്കുന്നതോടെ I ഗ്രൂപ്പിന്റെ പാരമ്പര്യമുള്ള KC-ക്ക് ഒരു സർവ്വസമ്മതൻ എന്ന പ്രതിച്ഛായ കൈവരുന്നു. ഈ ചർച്ചകൾക്ക് രാഷ്ട്രീയമായ ഗൗരവം നൽകിയത് മുതിർന്ന നേതാവ് TN പ്രതാപന്റെ പ്രസ്താവനയാണ്. വെണ്ണ പോലെ ഒരാൾ മുഖ്യമന്ത്രിയാകും എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും വലിയ തർക്കങ്ങൾക്ക് വഴിവെച്ചു. മൃദുഭാഷയായ ആരെയും നോവിക്കാത്ത, എന്നാൽ സംഘടനാ കാര്യങ്ങളിൽ കർക്കശമായ KC വേണുഗോപാലിനെയാണ് വെണ്ണ എന്ന രൂപത്തിലൂടെ പ്രതാപൻ ഉദ്ദേശിച്ചത്. ഇതോടൊപ്പം തന്നെ വിശ്വാസത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിയിണക്കുന്ന മറ്റൊരു പ്രചാരണവും ശക്തമാണ്. KC വേണുഗോപാൽ ഒരു നിത്യഭക്തനാണെന്നും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹമുള്ള നേതാവാണെന്നും പ്രതാപൻ അടക്കമുള്ളവർ സൂചിപ്പിക്കുന്നു. കേരളത്തിലെ ഹൈന്ദവ വോട്ടർമാർക്കിടയിലും വിശ്വാസികൾക്കിടയിലും KC-ക്ക് സ്വീകാര്യത വർദ്ധിപ്പിക്കാൻ ഇത്തരം പ്രചാരണങ്ങൾ സഹായിക്കുമെന്നും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ കരുതുന്നുണ്ട്. മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള വഴിയിൽ KC-ക്ക് ഏറ്റവും വലിയ കരുത്താകുന്നത് നിയമസഭയിലെ അംഗസംഖ്യയാണ്. തിരഞ്ഞെടുപ്പ് വേളയിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ KC വേണുഗോപാൽ ചെലുത്തിയ സ്വാധീനം ഇപ്പോൾ അദ്ദേഹത്തിന് തുണയാകുന്നു. തന്നോട് വിശ്വസ്തത പുലർത്തുന്ന നിരവധി പേരെ നിയമസഭയിൽ എത്തിക്കാൻ KC-ക്ക് സാധിച്ചു. ACC ജനറൽ സെക്രട്ടറി എന്ന നിലയിലുള്ള തന്റെ അധികാരം ഉപയോഗിച്ച് കേരളത്തിലെ ഓരോ മണ്ഡലത്തിലും കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണം അദ്ദേഹം നടത്തിയിരുന്നു. ഇത്തവണ വിജയിച്ചു വന്ന ബഹുഭൂരിപക്ഷം MLA-മാരും KC-യോട് കടപ്പാടുള്ളവരോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തെ അംഗീകരിക്കുന്നവരോ ആണ്. ഹൈക്കമാൻഡ് പ്രതിനിധികൾ അഭിപ്രായം തേടുമ്പോൾ ഈ പിന്തുണ KC-ക്ക് അനുകൂലമായ റിപ്പോർട്ടായി മാറും. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണമെന്ന് വാദിക്കുന്നവർ ഉയർത്തുന്ന പ്രധാന ഘടകം അദ്ദേഹത്തിന് ഡൽഹിയിലുള്ള സ്വാധീനമാണ്. രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനായ KC-ക്ക് കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താനും കേരളത്തിന് ആവശ്യമായ പദ്ധതികൾ നേടിയെടുക്കാനും കഴിയുമെന്ന് ഇവർ വിശ്വസിക്കുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ മുഖമായി നിൽക്കുന്ന ഒരാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നത് സംസ്ഥാനത്തിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുമെന്നും നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ സഹായിക്കുമെന്നും KC പക്ഷം വാദിക്കുന്നുണ്ട്. VD സതീശനും രമേശ് ചെന്നിത്തലയും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ KC-ക്ക് ലഭിക്കുന്ന ആഗോള ദേശീയ പരിഗണന അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നു. കോൺഗ്രസിനുള്ളിലെ തർക്കങ്ങൾക്കിടയിലും ഘടകകക്ഷികളുടെ നിലപാട് എന്നും നിർണായകമാണ്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് നേതൃത്വത്തിന് KC വേണുഗോപാലിനോട് വലിയൊരു ബഹുമാനവും ആഭിമുഖ്യവുമുണ്ട്. UDF-നെ ഒത്തൊരുമയോടെ കൊണ്ടുപോകാൻ KC-ക്ക് കഴിയുമെന്ന് ലീഗ് വിശ്വസിക്കുന്നു. സതീശൻ പക്ഷം പലപ്പോഴും സ്വീകരിക്കുന്ന കണിശമായ നിലപാടുകൾ ലീഗിനെ ചിലപ്പോഴെങ്കിലും അലോസരപ്പെടുത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന KC മുഖ്യമന്ത്രിയാകുന്നത് തങ്ങൾക്ക് കൂടുതൽ ഗുണകരമാകുമെന്ന് ഘടകകക്ഷികൾ കരുതുന്നു. തിരുവനന്തപുരത്ത് പ്രത്യക്ഷപ്പെട്ട ഫ്ലെക്സുകൾ സതീശൻ പക്ഷത്തെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുമുണ്ട്. തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ക്രെഡിറ്റ് VD സതീശനാണെന്നും അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങളാണ് UDF-നെ അധികാരത്തിൽ എത്തിച്ചതെന്നും അവർ വാദിക്കുന്നു. സതീശനെ വെട്ടി KC-യെ കൊണ്ടുവരാനുള്ള നീക്കം രാഷ്ട്രീയ അധർമ്മമാണെന്ന് ഇവർ ആരോപിക്കുന്നുണ്ട്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ KC ലോഡിംഗ് എന്ന ഹാഷ്ടാഗ് പ്രചാരണം KC പക്ഷം ഇതിനോടകം തന്നെ വലിയ തോതിൽ ഏറ്റെടുത്തു കഴിഞ്ഞു. കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഇത് കടുത്തൊരു പരീക്ഷണമാണ്. KC കേരളത്തിലേക്ക് മടങ്ങിയാൽ ഡൽഹിയിൽ രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും വിശ്വസ്തനായ ഒരു സഹായിയെ നഷ്ടപ്പെടും. ഒരാളെ നിശ്ചയിക്കുമ്പോൾ മറ്റുള്ളവർക്കുണ്ടാകുന്ന അതൃപ്തി എങ്ങനെ പരിഹരിക്കുമെന്നതും വലിയ ചോദ്യമാണ്. കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും മറ്റും പാർട്ടിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകണമെങ്കിൽ KC-യെ പോലൊരു കരുത്തനായ നേതാവ് വേണമെന്ന ചിന്ത ഹൈക്കമാൻഡിനുമുണ്ട്. കേരളത്തിന്റെ തെരുവുകളിൽ തുടങ്ങിയ ഈ ഫ്ലെക്സി യുദ്ധം അവസാനിക്കുന്നത് രാജ്ഭവനിലെ സത്യപ്രതിജ്ഞ ചടങ്ങിലായിരിക്കും. ഉമ്മൻചാണ്ടിക്ക് ശേഷം ആരെന്ന ചോദ്യത്തിന് KC എന്ന ഉത്തരമാണ് അണികൾ നൽകുന്നത്. ഡൽഹിയിലെ ചാണക്യൻ കേരളത്തിന്റെ അമരക്കാരനായി വരുമ്പോൾ അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പുതിയൊരു വിപ്ലവത്തിന് വഴിയൊരുക്കും. VD സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും അവകാശവാദങ്ങൾ നിലനിൽക്കുമ്പോഴും ഹൈക്കമാൻഡിന്റെ വിശ്വസ്തനായ KC വേണുഗോപാലിന് തന്നെയാണ് നിലവിൽ മുൻതൂക്കമുള്ളത്. പാരമ്പര്യവും സ്വാധീനവും ഒത്തുചേരുന്ന KC യുഗം കേരളത്തിൽ ആരംഭിക്കുമോ എന്ന് വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ നീക്കങ്ങൾ
തങ്ങൾ വ്യക്തമാക്കും. അതുവരെ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് തങ്ങളുടെ പുതിയ കുഞ്ഞു ആരായിരിക്കുമെന്നറിയാൻ.